കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു തീർക്കണമല്ലോ എന്നതല്ല അതിനുള്ള ഉത്തരം. ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അല്ലാഹു ആരാണെന്ന് ചോദിച്ചാൽ മരണത്തെയും ജീവിതത്തെയും പടച്ചവനാണ് അവൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടി? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അയ്യുക്കും അഹ്സൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ലവൻ, അഹ്സൻ ആരാണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി. എന്തുകൊണ്ട് അഹ്സൻ? അമലൻ, കർമ്മം കൊണ്ട്, സൗന്ദര്യം കൊണ്ടല്ല, രൂപം കൊണ്ടല്ല, പിന്നെയോ അമല് കൊണ്ട് ആരാണ് ഏറ്റവും നല്ലവൻ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി മരണത്തെയും ജീവിതത്തെയും പടച്ചവനാണ് അവൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് എന്ന തിരിച്ചറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ പരിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് മരണത്തെ ആദ്യം പറയുകയും പിന്നീട് ജീവിതത്തെ പറയുകയും ചെയ്തു എന്നത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു വച്ചത് കാണാൻ കഴിയും. അതിൽ ശ്രദ്ധേയമായ ഒരഭിപ്രായം ഇങ്ങനെ വായിക്കാൻ കഴിയും നിങ്ങൾക്ക്. മരണം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നവനെ ലക്ഷ്യം കാണാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, അഗ്രഗണ്യൻ എന്ന്. എന്താ അഗ്രഗണ്യൻ എന്ന് പറഞ്ഞാൽ? അഗ്രം ഗണിക്കുന്നവൻ എന്നാണ്, അറ്റം ഗണിക്കുന്നവൻ എന്നാണ്. ഒരു നല്ല ഓട്ടക്കാരൻ, അയാള് ഓട്ടം ആരംഭിക്കുമ്പം അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അയാളുടെ മനസ്സിലുണ്ടാവുക അയാളുടെ ഫിനിഷിംഗ് പോയിന്റ് ആയിരിക്കും. അങ്ങനെയുള്ളവനെ വിജയിക്കാൻ കഴിയുള്ളൂ. ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നവന്. നമ്മുടെ ജീവിതവും അങ്ങനെ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്നതാണ് എന്നതുകൊണ്ട്, നമ്മളുടെ ജീവിതം അങ്ങനെയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സ്വയം പരിശോധനക്ക് വിധേയമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ 59-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹശ്റിന്റെ 18-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിനു ശേഷം ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ നഫ്സും നാളേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്നത് പരിശോധിക്കട്ടെ. എന്നിട്ട് ഖുർആൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന്. തഖ്വയോടുകൂടെ നിങ്ങൾ ജീവിക്കുക, ജീവിക്കുന്നതിനിടയിൽ നിങ്ങൾ പരിശോധിക്കുക, പരിശോധിച്ചിട്ട് എവിടെയൊക്കെയാണോ കുറവുകളുള്ളത് അത് തിരുത്തി വീണ്ടും തഖ്വയോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ പറയുന്നത്, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് പരിചിത ജ്ഞാനമുള്ളവനാണ് എന്ന, ഖബീറാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്, ഖിബറത്തുള്ളവനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇതിന്റെ ആമുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതില് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു എന്ന. വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണക്ക് വിധേയരാവുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കായിട്ടാണ് നമ്മൾക്കത് കാണാൻ കഴിയുക. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു, വിചാരണക്ക് വിധേയരാകുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണക്ക് വിധേയരാവുക. വസിനു അൻഫുസകും ഖബല അൻ തുസനു, നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ് സ്വയം ഒന്ന് നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കി നോക്കുക. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ പാരത്രിക ലോകത്ത് വിചാരണക്ക് വിധേയനാകുന്ന സമയത്ത് സ്വയം വിചാരണക്ക് വിധേയനാവുക എന്നത് ആ വിചാരണയെ
എളുപ്പമാക്കാൻ സഹായിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വതസയ്യനൂ ലിൽ അർദിൽ അക്ബർ, നിങ്ങൾ ആ ഒരു വലിയ പ്രദർശനത്തിന് വേണ്ടി അലങ്കരിച്ചൊരുങ്ങുകയും ചെയ്യുക. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിക്കൊണ്ടാണ് അദ്ദേഹം ആ സംസാരം അവസാനിപ്പിക്കുന്നത്. അന്നേ ദിവസം ഒന്നും മറക്കപ്പെടാത്ത രൂപത്തിൽ എല്ലാം പ്രദർശിപ്പിക്കപ്പെടുമെന്ന്. ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് ആത്മപരിശോധനയിലൂടെ ഒരു മനുഷ്യൻ നിർവഹിക്കുന്നത്. ആത്മപരിശോധനയ്ക്ക് വിവിധ ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് ഖബ്ലൽ അമൽ എന്ന, നമ്മളൊരു പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ആത്മപരിശോധന നടത്തുക എന്ന, അത് ഏത് പ്രവർത്തനമാവട്ടെ, ആ പരിശോധന നമ്മൾക്ക് 3 ചോദ്യങ്ങളിലൂടെ നിർവഹിക്കാം. ഒന്ന്, ഞാൻ എന്താണ് നിർവഹിക്കുന്നത് എന്ന്, അതെന്തോ ആവട്ടെ. ഞാൻ നിസ്കരിക്കാൻ പോവാണ്, നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ആലോചിക്കേണ്ട എന്താ, ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഞാൻ നിസ്കരിക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഞാൻ ഒരാളോട് സംസാരിക്കുകയാണ്, എന്താ സംസാരിക്കുന്നത്, ഞാൻ വേറൊരാളെ കുറിച്ച് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുക. ഏത് പ്രവർത്തനമാകട്ടെ, ആ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോടൊന്ന് ചോദിക്കുക, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പ്രവർത്തനത്തിന് മുമ്പുണ്ടാകേണ്ട ആത്മപരിശോധനയുടെ 2ാമത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ 2ാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്തിനാ ഇത് നിർവഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളെക്കുറിച്ച് ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുക, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇന്നാളെക്കുറിച്ച് ഇന്നാളോട് സംസാരിക്കുക, ഞാൻ എന്തിനാണ് ഇയാളെക്കുറിച്ച് ഇങ്ങനെ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത്. നമ്മൾ അടുത്തത് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ഇപ്പോൾ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് റമദാൻ 1 നോമ്പിലേക്ക്, ഈ ഒരു വലിയ ആരാധനാകർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പം, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ നോമ്പെടുക്കാൻ പോവാ, നാളെ മുതൽ ഒരു മാസക്കാലം ഞാൻ വ്രതാനുഷ്ഠാനത്തിലാണ്, ഞാൻ എന്തിനാ നോമ്പെടുക്കുന്നത്. ഇപ്പം നമ്മളോട് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കൊക്കെ ഉത്തരം പറയാൻ കഴിയും, സ്വർഗം കിട്ടാൻ. എന്തായിരിക്കും നമുക്ക് ഉത്തരം? ആർക്കാ സ്വർഗമുള്ളത്? സ്വർഗമുള്ളത് തഖ്വയുള്ള ആളുകൾക്ക് എന്നാ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഖുർആന്റെ ഏത് ഭാഗത്തെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, ഇന്ന ലിൽ മുത്തഖീന മഫാസ ഉഇജ്ജത് ലിൽ മുത്തഖീൻ, ഇങ്ങനെ പറഞ്ഞിട്ട് ഖുർആനിന്റെ ഏത് ഭാഗം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആർക്കാണ് സ്വർഗം എന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് തഖ്വയുള്ളവർക്കാണ് സ്വർഗം എന്നാണ്. അപ്പൊ നോമ്പെടുത്താൽ സ്വർഗം കിട്ടുക എന്നുള്ളതല്ല, തഖ്വ ഉണ്ടായാൽ സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നോമ്പെടുക്കുന്നത് എന്തിനാ? നോമ്പെടുക്കുന്നത് തഖ്വ ഉണ്ടാവാൻ വേണ്ടി, ലഅല്ലക്കും തത്തഖൂൻ. അപ്പൊ നോമ്പെടുക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കും, നോമ്പെടുക്കുന്നതിന് മുന്നേ ഞാൻ എന്നോട് ചോദിക്കുക, ഞാൻ എന്തിനാ നോമ്പെടുക്കുന്നത്? ഒരു മാസക്കാലം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എനിക്ക് എന്ത് നേടാൻ കഴിയണം? എനിക്ക് തഖ്വ ഉണ്ടാക്കാൻ കഴിയണം. ഇത് ഓരോ കർമ്മത്തെക്കുറിച്ചും നമ്മൾ ആ കർമ്മത്തിന്റെ മുന്നേ നടത്തേണ്ട ആത്മപരിശോധനയാണ്. 3ാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, അതെന്താ അറിയാമോ? കൈഫ എന്നതാണ്. അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതാണ്. ഞാൻ ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇന്ന ഒരു പ്രവർത്തനം തുടങ്ങാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാ നിർവഹിക്കേണ്ടത്? അത് ഓരോന്നും വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളെ കുറിച്ച് പറയുമ്പം ഇന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന ആളോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നിർവഹിക്കണം, അതെനിക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇബാദത്തിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. എങ്ങനെ എന്നതിന്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നിർവഹിച്ചത് അങ്ങനെ നിർവഹിക്കുക എന്നതാണ്. ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് മുമ്പ് നമ്മൾ ആ പ്രവർത്തനത്തെ ആത്മപരിശോധനക്ക് വിധേയമാക്കിയാൽ, ഒരു വിചാരണക്ക് വിധേയമാക്കിയാൽ അതുകൊണ്ടുണ്ടാകുന്ന കുറേ ഗുണങ്ങളുണ്ട്. അതൊന്നും എന്താ അറിയാമോ? ചെയ്യാൻ പോകുന്നത് വേണ്ടാത്തതാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറിക്കാൻ പറ്റും. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്നതാ ചെയ്യാൻ പോകുന്നത്, അപ്പൊ അത് പടച്ചോന് തൃപ്തിപ്പെട്ടതാണ്. ഞാൻ എന്തിനാത് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പടച്ചോന് ഇഷ്ടപ്പെട്ടതാണോ? അല്ലെങ്കിൽ അതിങ്ങനെയാണോ ഞാൻ നിർവഹിക്കേണ്ടത്? ഈ ആത്മപരിശോധന തെറ്റുകളിൽ നിന്ന് ഒരു പരിധി വരെ മാറി നിൽക്കാൻ നമ്മൾക്ക് പ്രേരണയാകും എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മുഹാസബത്തുൻ നഫ്സ്, ആത്മപരിശോധനയുടെ അസറുകൾ എന്താണ്, ഫലങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഒന്നാമത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അത് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾക്ക് പ്രേരണയാകും എന്നത്. അങ്ങനെ ജീവിതം മുഴുവൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
എന്ത് പ്രവർത്തനം നിർവഹിക്കാൻ ഒരുങ്ങുകയാണെങ്കിലും അതിനു മുമ്പ് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ ഇത് എന്തിനാ ചെയ്യുന്നത് എന്ന ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒരു പരിധി വരെ തിന്മകളിൽ നിന്ന് നമ്മൾക്ക് അകന്നു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ നിയ്യത്തിനെ നന്നാക്കി തീർക്കുന്ന ഒന്നുകൂടിയാണ്. എന്താ ഈ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നിയ്യത്തില്ലാതെ ഒരു പ്രവർത്തനം നടക്കുമോ? ഒരു മനുഷ്യനിൽ നിന്ന് ചിലപ്പം നടന്നു എന്നൊക്കെ വരും. ഇപ്പോൾ ചില കർമ്മങ്ങളൊക്കെ നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സദസ്സ് ചോദിച്ചപ്പോൾ ഈ നിയ്യത്തില്ലാതെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ആ ചെരുപ്പിടൽ നിയ്യത്തില്ലാതെ നടക്കുന്നതാണ്. അത് വീട്ടിൽ നിന്ന് ഇങ്ങനെയായിട്ട് ഇറങ്ങുമ്പോൾ കാൽമേലായിട്ട് എന്ത് ചെയ്യും? ചെരുപ്പായിട്ട് കയറിക്കോളും. ഞാനത് ചെയ്യണമെന്നില്ല എന്ന്. ചെരുപ്പ് കാൽമേലായിട്ട് കയറിക്കോളും. അതിന് പ്രത്യേകിച്ച് നിയ്യത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നിയ്യത്ത് കാരണം എന്താ? ഒരു പ്രവർത്തനം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനസ്സിന്റെ മോട്ടീവാണത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നതിന് എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാവില്ലേ? അപ്പോ പിന്നെ ഇതിന്റെ ഭാരവാഹികൾ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ അവിടെ പോയിട്ടില്ലേ, ഇനി അഥവാ ആളെങ്ങാൻ കുറേയും കൂടി ചെയ്താൽ ചോദിക്കല്ലോ, നിങ്ങളൊന്നും കണ്ടില്ലല്ലോ, നിങ്ങളൊന്നും വന്നില്ലേ, പിന്നെ ആരാ വരിക എന്ന് ചോദിക്കുക. ആ ചോദ്യം പിന്നെ പേടിച്ചിട്ട് ചിലപ്പോ എന്നാ പിന്നെ പോയേക്കാം. ഇതൊരു ഒരു മോട്ടീവാണിത്. അപ്പൊ അവിടെ നിയ്യത്തുണ്ടോ? നിയ്യത്തുണ്ട്. ആ പ്രവർത്തനത്തെ പ്രേരിപ്പിച്ച ഒരു വിചാരമുണ്ടോ? ഉണ്ട്. എന്താണത്? പടച്ചോന്റെ അടുത്ത് നിന്ന് കൂലിയിട്ടാണെന്നുള്ളതാണോ? അതൊന്നും വായിക്കൂല. സഹപ്രവർത്തകരുടെ മുഖത്ത് നോക്കണ്ടേ എന്നതായിരിക്കും ചിലപ്പോൾ അത്. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്. അതേസമയം നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് ശരിക്കും നമ്മളോട് ചോദിക്കാന്ന് വിചാരിക്കാം, ഞാൻ എന്തിനാ ഇപ്പൊ ഒന്ന് തെസ്കിയത്ത് ക്യാമ്പിന് പോകുന്നത്, ഇന്ന് എന്തിനാ ഇപ്പൊ പരപ്പൻ സ്ക്വയറിലേക്ക് പോകുന്നത്, എന്താ അതുകൊണ്ട് ഗുണം? ഈ പരിശോധനയാണ് നമ്മളുടെ നിയ്യത്തിന് എന്താക്കുന്നത്? നന്നാക്കി തീർക്കുന്നത്. അപ്പൊ നിയ്യത്തില്ലാതെ ഒരു കർമ്മവും നടക്കൂല. നമ്മൾ ഈ ഹദീസ് പഠിച്ച സമയത്ത്, ഹദീസുകൾ പഠിച്ച സമയത്ത് ഏറ്റവും ആദ്യം പഠിച്ച ഹദീസ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റയ്ക്ക് പറയും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി. അതിന്റെ അർത്ഥം എന്താ? നിയ്യത്തനുസരിച്ച് മാത്രമേ കർമ്മങ്ങൾ എന്ത് ചെയ്യുള്ളൂ എന്നാ? പരിഗണിക്കുള്ളൂ എന്നാ. നിയ്യത്തനുസരിച്ച് മാത്രമേ കർമ്മങ്ങൾ എന്ത് ചെയ്യുള്ളൂ? പടച്ചോൻ പരിഗണിക്കുള്ളൂ. എന്ത് പ്രവർത്തിച്ചു എന്നല്ല മനുഷ്യൻ്റെത് പടച്ചോൻ നോക്കുന്നത്, അതല്ല പരിഗണിക്കുന്നത്. എന്ത് നിയ്യത്ത് വെച്ചു എന്നാണ്. ആ പ്രവർത്തനം ചെയ്യാൻ എന്താണ് പ്രേരണ നൽകിയത് എന്നതാണ്. എന്നിട്ട് ഒരു ഉദാഹരണത്തിലൂടെ അത് കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഏതായിരുന്നു ഇത്? ഉദാഹരണം ഹിജ്റയാണ്. മക്കയിൽ നിന്ന് എല്ലാം ഒഴിവാക്കി മദീനയിലേക്ക് പോകുന്ന സമയത്ത് ആ യാത്രക്ക് അവർക്ക് പ്രേരണ നൽകിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതിലൊന്ന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദീനിന്റെ സംരക്ഷണാർത്ഥം സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് വഴിയിൽ തടയപ്പെടുകയും എന്നിട്ട് ശത്രുക്കൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ, ഇവിടെ വന്നിട്ട് കുറേ പൈസ ഒക്കെ ഉണ്ടാക്കി കച്ചവടം ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് ഇപ്പോൾ പൈസയും കൊണ്ട് മുങ്ങാനാണോ എൻ്റെ പരിപാടി എന്ന് ചോദിച്ചപ്പം സുഹൈബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എൻ്റെ പൈസയാണോ വേണ്ടത്? എനിക്ക് നയാ പൈസ വേണ്ട, എന്നെ വിട്ടേച്ചാൽ മതി, ഞാൻ പോയിക്കോളാം. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് റബിഹ സുഹൈബ് എന്ന്. സുഹൈബ് ലാഭം കൊയ്തു എന്ന്. ഇത് നിസ്സാര കാര്യമൊന്നും അല്ലട്ടോ. നമ്മളുടെ നാടും വീടും പിന്നെ അനന്തരമായി കിട്ടിയതും നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയതും ഒക്കെ ഒഴിവാക്കി പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കൂല. അതുകൊണ്ടാണ് കുറച്ച് മുന്നേ നമ്മൾ റോഡിൽ ഇറങ്ങിയത്. എല്ലാം മറന്ന് റോഡിൽ ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങും. കാരണം ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് അത്രത്തോളം സമ്മതിക്കുന്നതല്ല. പക്ഷേ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആയിരുന്നില്ല വലുത്. ഭൗതികമായ ലാഭങ്ങളായിരുന്നില്ല, പടച്ചോന്റെ തൃപ്തി അത് മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചു ചെയ്തു പോയി. അതേസമയം അവിടേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ച ആളുകൾ ഉണ്ടായിരുന്നു, ഏതായാലും എൻ്റെ അടുത്ത് 9 പൈസ അല്ല, 5 പൈസക്ക് വകല്ല, അങ്ങനെയുള്ള കുറേ ആളുകളും ഉണ്ടായിരുന്നല്ലോ. അവിടെ പോയാൽ മുഹാജിർ എന്ന പരിഗണന കിട്ടും. അവിടെ ചെന്നാൽ പിന്നെ ആരെങ്കിലുമൊക്കെ കച്ചവടത്തിൽ പങ്കാളിയാകാം, ഇന്ന് പെണ്ണിനെ വിവാഹം കഴിക്കാം, അങ്ങനെ പലതും ആലോചിച്ചു പോയ ആളുകളുണ്ടാവും. ഇത് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയ്യത്ത് എന്താണെന്ന് വിശദീകരിക്കുന്നത്. 2 കൂട്ടർക്കും നിയ്യത്തുണ്ടോ? ഉണ്ട്. ഒരു കൂട്ടരുടെ നിയ്യത്ത് എന്താ? നിയ്യത്തില്ലായികയല്ല, നിയ്യത്ത് തെറ്റിപ്പോവാണ്. ഒരു കൂട്ടരുടെ നിയ്യത്ത് എന്താ? ദുനിയാവാണ്. ഒരു കൂട്ടരുടെ നിയ്യത്ത് എന്താ? ആഖിറത്താണ്. ആർക്കാ പടച്ചോൻ പ്രതിഫലം നൽകുക? ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ ഇറങ്ങി തിരിച്ച ആളുകൾക്ക് മാത്രമേ അള്ളാഹു പരലോകത്ത് പ്രതിഫലം നൽകുള്ളൂ. ഇതെല്ലാ കർമ്മത്തിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ. അതുകൊണ്ടാണല്ലോ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം എല്ലാവരും ഒരേപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി
സലാമിൽ അവസാനിക്കുന്ന കർമ്മത്തിനെയാണ് നമ്മൾ സ്വലാത്ത് എന്ന് പറയാ. അത് നിർവഹിക്കുന്നവർക്കാണ് മുസല്ലി എന്ന് നമ്മൾ പറയാറുള്ളത്. പക്ഷേ അത് നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ത് എന്നതാണ് പ്രധാനം. ആ നിയ്യത്ത് എന്ന് പറയുന്നത്, ആ കർമ്മം നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായിരിക്കണമെന്ന്. ഞാൻ എന്തിനു നിസ്കരിക്കുന്നു, ഞാൻ എന്തിനു നിസ്കരിക്കുന്നു, ഞാൻ എന്തിനു നോമ്പെടുക്കുന്നു, ഞാൻ എന്തിനു ഈ കർമ്മം നിർവഹിക്കുന്നു, ഞാൻ എന്തിനു ഇപ്പം അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ തുടങ്ങി ഓരോ കർമ്മങ്ങളെയും അതിന് മുമ്പ്, ആ കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് വിചാരണക്ക് വിധേയമാക്കുക എന്നത് ഒരു കർമ്മം പടച്ചതമ്പുരാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ചുരുക്കം. രണ്ടാമത്തേത് അത്നാ അൽ അമൽ എന്നതാണ്. കർമ്മത്തിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധ്യാപനം നടത്തുന്ന ഒരാള് ആ അധ്യാപനം നടത്തുന്നതിനിടയിൽ എന്ത് ചെയ്യും? ഇത് ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് പരിശോധിക്കും. അതെന്തിനാ പരിശോധിക്കുന്നത് ചോദിച്ചാല്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇത്ര ആളുകൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോൾ അത്ര ആളുകൾക്ക് അതിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം എന്ത് ചെയ്യും? ഞാൻ അവിടെ ചിലപ്പം ചോദ്യം ഒന്ന് മാറ്റും, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ രൂപം ഒന്ന് മാറ്റും, അല്ലെങ്കിൽ വേറൊരു ആക്ടിവിറ്റി കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ പ്രവർത്തനം എന്ത് ചെയ്യും? ഒന്ന് മാറ്റും. എന്തേ കാരണം? എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തൂല എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് തിരിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രവർത്തനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. ഇപ്പൊ റമദാന് ഏതാണ്ട് അതിൻ്റെ 1/3 കഴിയാൻ ഇങ്ങനെ പോവാണ്. റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾക്ക് നേടേണ്ട ഒന്നുണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തഖ്വ നേടുക എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളിൽ നിന്ന് മനസ്സ് ശുദ്ധമാക്കുക എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിനങ്ങൾ കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്ര കണ്ടു എന്ന് ഇപ്പോൾ നമ്മൾ ആത്മപരിശോധന നടത്തണം. അങ്ങനെ ഒരു നേട്ടവും നമ്മൾ എടുക്കുന്ന ഈ ആരാധനാകർമ്മം കൊണ്ട് ഉണ്ടാവുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അങ്ങനെ ഒന്നും എന്ത് നേടി? ഇത്രയും ദിവസം പകല് പട്ടിണിയായിരുന്നു, പിന്നെ കുറെ നേരം നിന്ന് നിസ്കരിച്ചു, പിന്നെ ഞാൻ കുറെ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഏതാണ്ട് പകുതിയോളം 15 ജുസോളം തീരാനായിട്ടുണ്ട്, പിന്നെ കുറെ ദാനം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചെയ്താൽ എന്തിട്ടും? ഇതെല്ലാം കൂടി ചെയ്താൽ സ്വർഗം കിട്ടും. അങ്ങനെയാണോ? നോമ്പിന്റെ ലക്ഷ്യതാണോ? അല്ലല്ലോ. നോമ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്ര കണ്ട് അടുത്തിട്ടുണ്ട് എന്നത് ഇപ്പോൾ ആത്മപരിശോധന നടത്തേണ്ട സമയമാണത്. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ പ്രവർത്തനം കഴിഞ്ഞിട്ട് അയ്യടാ ഇത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല, ഒന്നും നേടിയില്ല, പിന്നെ ഖേദിച്ചിട്ട് എന്താ കാര്യം? ഖേദിച്ചിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇടയ്ക്കിടെ നിരന്തരമായ ആത്മപരിശോധനക്ക് വിധേയമാക്കുക നമ്മുടെ ഓരോ കർമ്മങ്ങളെയും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നോമ്പ് ഇങ്ങനെ കഴിഞ്ഞിട്ട് നോമ്പോണ്ട് നേടേണ്ടത് നേടിയോന്ന് നോക്കുമ്പം ഇല്ല, ഒന്നും നേടിയിട്ടില്ല. എന്നാലും ആ നോമ്പ് നഷ്ടമായി, പടച്ചോൻ തൗഫീക്ക് ചെയ്താൽ ഇനിയൊരു റമദാനിലൂടെ സാക്ഷിയായാൽ അത് പരിഹരിക്കാലോ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്ക് സുന്നത്ത് നോമ്പൊക്കെ എടുത്തിട്ട് അത് പരിഹരിക്കാലോ എന്ന് വിചാരിക്കുക. ഇത് ജീവിതത്തിന്റെ വിഷയത്തിലാണെങ്കിലോ, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടല്ലോ. ജീവിതം അവസാനിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ ജീവിതം കൊണ്ട് എന്ത് നേടി എന്ന് പരിശോധിക്കുമ്പോൾ, പടച്ചോനെ ഈ ജീവിതം കൊണ്ട് എന്തായിരുന്നോ നേടേണ്ടത് അത് ഞാൻ നേടിയിട്ടില്ല എന്ന് കാണുമ്പോൾ പടച്ചോനോട് എന്ത് ചെയ്യും? പടച്ചോനോട് കെഞ്ചി പറയും, പടച്ചോനെ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. പടച്ചോനെ എനിക്ക് കുറച്ച് സമയം കൂടി തരണം. കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പരിശോധിച്ചിട്ടില്ല എൻ്റെ ജീവിതം ലക്ഷ്യത്തിലേക്കാണോ എത്തുന്നതെന്നുള്ളത്, ഞാൻ ശരിയായ വഴിയിൽ തന്നെയാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, ഞാൻ സ്വർഗത്തിന്റെ വഴിയിൽ തന്നെയാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് മരണം വന്നു, പെട്ടെന്ന് മലക്കുൽ മൗത്ത് വന്നു, ഞാൻ ഒരുങ്ങിയിട്ടില്ല, ഞാൻ സ്വർഗത്തിന്റെ വഴിയിലല്ല ഉള്ളത്, ഞാൻ തെറ്റായ വഴിയിലുള്ളത്, എനിക്ക് തിരിച്ചു സ്വർഗത്തിന്റെ വഴിയിലേക്ക് വരാൻ ഒരല്പം സമയം കൂടെ തരണം. പടച്ചോൻ എന്ത് പറയും? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു നഫ്സിനും അതിന്റെ അവധി എത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കൂല. അതെന്തേ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഇനി നിങ്ങൾക്ക് നീട്ടിത്തന്നാലും നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അള്ളാഹുവിന് നല്ല ധാരണ. അള്ളാഹു ഖബീറാണ് നിങ്ങളെ കുറിച്ച്. അള്ളാഹു ഒന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയല്ലോ നിങ്ങളെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.
ഇന്നും നിലയൊന്നും കാണാൻ തുടങ്ങിയാലോ. അപ്പൊ അവിടെ തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ പ്രവർത്തനം പരാജയമായി പോയി, സഫലമായില്ല, ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പടച്ചോനോട് കെഞ്ചി പറഞ്ഞിട്ട് ആ കെഞ്ചി പറയലിന് ഒരു ഫലവും ഉണ്ടാവില്ല. പടച്ചോൻ നീട്ടിത്തരൂല. അപ്പൊ അതിനെന്ത് വേണം എന്ന് ചോദിച്ചാൽ, ജീവിതത്തിനിടയിൽ ഓരോ ഘട്ടങ്ങളിലും നമ്മളിങ്ങനെ പരിശോധിച്ചു കൊണ്ടേ ഇരിക്കണം. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അവസരം അവസാനിക്കുമ്പോൾ എന്തായിരുന്നോ എൻ്റെ ഈ ജീവിതം കൊണ്ട് നേടേണ്ടത്, അത് ഇപ്പോക്ക് പോയോ നേടൂലേ? ഇത് കർമ്മത്തിനിടയിൽ നടക്കേണ്ട ആത്മപരിശോധനയാണ്. മൂന്നാമത്തെ ഒന്ന് ബഅദൽ അമൽ എന്നുള്ളതാണ്. കർമ്മത്തിന് ശേഷം എന്നുള്ളതാണ്. കർമ്മത്തിന് ശേഷം ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂണിറ്റ് ടെസ്റ്റുകളും ടെർമിനൽ ഇവാലുവേഷനുകളും ആനുവൽ പരീക്ഷയൊക്കെ നടത്തുന്നില്ലേ? അതെന്തിനാ? ഒരു യൂണിറ്റ് കഴിയുമ്പോൾ കുട്ടി എന്താ നേടേണ്ടത് എന്നതിന് നേരത്തെ ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അത് നേടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ടേം കഴിയുമ്പോൾ ഒരു കുട്ടി എന്തൊക്കെയാണ് നേടേണ്ടത് എന്നതിന് ഒരു കാഴ്ചപ്പാടുണ്ടാവും. അത് നേടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പരിശോധനക്ക് വിധേയമാക്കുക. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ നിസ്കാരം വെറുതെ ഒന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. ഈ നിസ്കാരത്തിന് എത്ര മാർക്ക് കിട്ടും? അതിൻ്റെ മാർക്ക് ഉണ്ടാവുമല്ലോ, പടച്ചോൻ നിശ്ചയിച്ച ഒരു പ്രതിഫലം ഉണ്ടാവുമല്ലോ. ഇത്രയാണ് ഒരു നിസ്കാരം, അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിർവഹിച്ചാൽ അതിന് ഇത്ര പ്രതിഫലം നൽകാം എന്ന് പടച്ചോൻ നിശ്ചയിച്ചു. അത് 100% എനിക്ക് കിട്ടുമോ? ഞാനൊന്ന് വെറുതെ എൻ്റെ കർമ്മത്തെക്കുറിച്ചൊന്നും ഇങ്ങനെ പരിശോധിച്ച് നോക്കുക. എൻ്റെ അന്നത്തെ ലുഹറസ്കാരത്തിനെ കുറിച്ച് വെറുതെ നിങ്ങളൊന്നൊന്ന് ചോദിച്ചു നോക്കി നിങ്ങളോട് തന്നെ, നമ്മളുടെ ലുഹറസ്കാരത്തിന് എത്ര മാർക്ക് കിട്ടും? വെറുതെ ഒന്നും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, അതിൽ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഷർത്തുകൾ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട്, പിന്നെ അതിലെത്രത്തോളം ഖുശൂ ഉണ്ടായിട്ടുണ്ട്, പിന്നെ അതിൽ നിർവഹിക്കേണ്ടതൊക്കെ എത്രത്തോളം പൂർണ്ണമായിട്ട് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ ഏതാണ്ട് ഒരു മാർക്കൊക്കെ ഇടാൻ കിട്ടും. അതിൽ ഇന്ന കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരിശോധിച്ചാലുള്ള ഗുണം എന്താ ചോദിച്ചാൽ, സംസ്കാരത്തിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. അത് നിരന്തരമായി നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ എന്തായിത്തീരും? നന്നായിത്തീരും. അതേസമയം ജീവിതത്തെ അവസാനം വിലയിരുത്തുക എന്നുള്ളത് പിന്നെ പടച്ചോൻ ചെയ്തോളും. അത് പടച്ചോന്റെ പണിയാണ്. നമ്മളുടെ ജീവിതം എന്തായെന്നുള്ളത് പിന്നെ നമുക്ക് തിരുത്തലിന് അവസരമൊന്നും ഉണ്ടാവില്ല. പരലോകത്ത് ചെന്നിട്ട് നമ്മളുടെ ജീവിതത്തിന് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് അത് പടച്ചോൻ വിലയിരുത്തിക്കൊള്ളും. അത് പടച്ചോൻ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ജീവിതം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, ആത്മവിചാരണ എന്നത് എത്രത്തോളം നമ്മളുടെ ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്താൻ അനിവാര്യമാണ് എന്നതാണ് ഒന്ന്. രണ്ട്, അത് ഏതെല്ലാം ഘട്ടങ്ങളിലാണ് നിർവഹിക്കേണ്ടത് എന്നതാണ്. ഒന്ന് പ്രവർത്തനത്തിന്റെ മുമ്പ്, മറ്റൊന്ന് പ്രവർത്തനത്തിനിടയിൽ, മറ്റൊന്ന് പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ ഫലങ്ങൾ എന്താ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഒന്ന്, അതിന്റെ ഫലം എന്താന്ന് ചോദിച്ചാൽ, ഒരു പ്രവർത്തനത്തിന് മുമ്പ് നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാകുമ്പം തെറ്റുകളിൽ നിന്ന് ഒരു പരിധി വരെ മാറി നിൽക്കാൻ നമ്മൾക്ക് കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അത്തൗബ എന്നതാ. ഇപ്പം ഞാൻ എന്നെ പരിശോധിച്ചു. ഇപ്പോൾ ഓരോ ദിവസവും ഇതിന് കുറച്ച് സമയങ്ങളായിട്ട് മാറ്റി വെച്ച് നോക്കി. ഓരോ ദിവസവും കുറച്ച് സമയം. ഒന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്തു, ഇന്നതൊക്കെ ചെയ്തു, അതിൽ എത്ര കാര്യങ്ങൾ നന്മ ഉണ്ടായിരുന്നു, എത്ര കാര്യങ്ങൾ പടച്ചോന് തൃപ്തിപ്പെട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും കുറച്ച് സമയം ഉറങ്ങുന്നതിൻ്റെ മുന്നേ, ആ ദിക്റൊക്കെ ചൊല്ലുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് എൻ്റെ ഇന്നത്തെ ദിവസത്തെ ഒന്ന് എന്ത് ചെയ്യുക, വിലയിരുത്തി വെക്കുക. അപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, ആ ദിവസം സംഭവിച്ചു പോയ വീഴ്ചകളിൽ നിന്ന് പടച്ചോനോട് എന്ത് ചെയ്യാൻ പറ്റും? പശ്ചാത്തപിക്കാൻ പറ്റും. ഈ റമദാനിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ റമദാനിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കി സ്വയം. ഞാൻ കഴിഞ്ഞൊരു വർഷക്കാലം എന്തൊക്കെയാ ചെയ്തത്, അതിലെത്ര നന്മകളുണ്ട്, എനിക്ക് എത്ര പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ട്, എത്ര കുറ്റം കിട്ടാൻ സാധ്യതയുണ്ട്, ശിക്ഷയ്ക്ക് വിധേയമാകുന്ന അല്ലാഹുവിന് തൃപ്തികരമല്ലാത്ത എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഇത് പശ്ചാത്താപത്തിന് ഗുണം ചെയ്യുന്നുള്ളതാണ്. മൂന്നാമത്തത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ, അങ്ങനെ ഒരു വിചാരണക്ക് നമ്മൾ വിധേയരായാൽ പരലോകത്തെ വിചാരണ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? എളുപ്പമായിരിക്കും. ഇനി അതല്ല,
നമ്മളിവിടെ ഇങ്ങനെ ഒരു ആത്മപരിശോധന നടത്താതെ ഇതെങ്ങനായിട്ട് പോയിക്കോട്ടെ, പോകുമ്പോഴായിട്ട് പോട്ടെ, മരിക്കുന്നിടത്തും ആയിട്ട് മരിക്കുക, മരണം വരുമ്പോട്ട് മരിക്കുക, ജീവിതം എങ്ങനായിട്ട് പോട്ടെ, അങ്ങനായിട്ട് വിട്ടാൽ അതിനെ അശ്രദ്ധമാക്കി വിട്ടാൽ അവനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ വിചാരണ അവന് കടുപ്പമായി തീരുന്ന, പ്രയാസകരമായി തീരും. അപ്പോൾ ആത്മപരിശോധനയുടെ ഗുണം എന്താന്ന് ചോദിച്ചാൽ പടച്ചതമ്പുരാന്റെ വിചാരണയെ എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയും, എളുപ്പത്തിൽ ആ വിചാരണ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഹിസാബുൻ യസീർ, വളരെ എളുപ്പമുള്ള ഒരു വിചാരണക്ക് വിധേയരാകാനും വേഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും കഴിയും. നമ്മൾ റമദാനിലാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമദാൻ എന്ന് പറയുന്നത് ആരാധന, അല്ലെങ്കിൽ റമദാനിലെ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് ആരാധനാകർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതാ, അല്ലേ? ഏറ്റവും അധികം സമയം വേണ്ടതാ. ഒരു മാസത്തെ ദൈർഘ്യം വേണം. ഒരു മാസം പൂർത്തീകരിച്ചാലേ ആ കർമ്മം പൂർത്തിയായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ദൈർഘ്യമേറിയ ഒരു പ്രവർത്തനം ഒരിക്കലും എന്ത് ചെയ്ത് പാഴായി പോകരുത്. അതിന് ഇപ്പോൾ ഒരു പരിശോധനക്ക് വിധേയമാക്കുക, നമ്മളുടെ കർമ്മം എത്ര കണ്ട് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന്. എന്നിട്ട് അവസാനം റമദാൻ 30 പൂർത്തിയാക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ മനസ്സിനെ ഞാൻ ശുദ്ധീകരിച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിൻ്റെ ഇച്ഛയെ നിയന്ത്രിക്കാനുള്ള കരുത്ത് ഞാൻ ആർജിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമ്മൾ ഫിത്ർ പെരുന്നാളായിട്ട് സന്തോഷം മറ്റുള്ളവർക്ക് കൂടെ പങ്കുവെച്ചുകൊണ്ട് ഫിത്ർ നൽകിക്കൊണ്ട് എല്ലാവരെയും ആ സന്തോഷത്തിൽ പങ്കാളിയാക്കി, അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് ആ ഫിത്ർ കൊടുത്ത്, സക്കാത്തുൽ ഫിത്ർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ദിവസം അങ്ങനെ സന്തോഷിക്കാൻ, അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് കഴിയണം. ശവ്വാൽ 1 എല്ലാവർക്കും പെരുന്നാളാ, അമ്മക്കും പെരുന്നാൾ എന്നല്ല, ഇതിൻ്റെ സന്തോഷാണ്. ഫർഹത്തുൻ ഐന്ദ ഫിത്രിഹി എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനൊരു പ്രവർത്തനം ചെയ്ത് അത് ലക്ഷ്യം കണ്ടതിൻ്റെ സന്തോഷം. ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങി തിരിച്ചിട്ട് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ആ വീട് ഇങ്ങനെ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതെല്ലാവരുമായിട്ട് പങ്കുവെക്കലുണ്ടല്ലോ. അത് ആ ഫലം ഇങ്ങനെ കാണുമ്പോഴാണ്, ആ പണിയായിട്ട് തീർന്നതുകൊണ്ടല്ല, അത് കഴിഞ്ഞല്ലോ എന്നുള്ളതല്ല, ഉണ്ടായ ആ വീട് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സന്തോഷിക്കുന്നത്. നോമ്പ് കഴിയുമ്പം അങ്ങനെ ഈ നോമ്പിൻ്റെ ഫലം കണ്ട് സന്തോഷിക്കാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരൊറ്റ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായ, നിങ്ങൾ നേരത്തെ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും, കോഴിക്കോട്ടെ കെയർ ഹോമിൻ്റെ ഏതാണ്ട് 16.5 ലക്ഷം രൂപയാണ് ഒരു മാസത്തിന്. കെയർ ഹോമിലെ മാത്രം കേട്ടോ, ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ മൊത്തം ചിലവല്ല, 16 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ചിലവ് വരുന്നത്. ഇപ്പം കേരളത്തിൻ്റെ പുറത്തുനിന്ന് അവിടെ ആളുകൾ വരുന്നുണ്ട്, കേരളത്തിൻ്റെ അകത്തുനിന്ന് ആൾ വരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇപ്പം ഇത്രയും കാലമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് 1300 പേഷ്യൻസാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം അവിടെ വരികയും പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അത് നടന്നു പോകണമെങ്കിൽ അതിന് വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല, നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന സ്വതക്ക കൊണ്ടാണ്. ഇപ്പം എന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും വിശാലമാക്കണം എന്ന് താഴേന്ന് ആവശ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്ന ഈ റീഹാബിറ്റിന് വരുന്ന റിക്വസ്റ്റുകൾ പൂർണ്ണമായിട്ട് നമ്മൾക്ക് പരിഗണിക്കാൻ കഴിയണില്ല. അപ്പോഴാണ് നമ്മൾ വിശാലമായ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. അതും വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതാണ്. അതിൽ നിങ്ങൾ ഇവിടുന്ന് പൈസ തരണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ കലക്ഷന് വേണ്ടി നിങ്ങൾ രംഗത്തിറങ്ങണം നാടുകളിൽ എന്നതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഓരോരുത്തരെയും കണ്ടിട്ട് കവർ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന അങ്ങനെ തന്നെ വാങ്ങുക, ഒരു പാട്ട കളക്ഷൻ എന്നുള്ള നിലക്കല്ലാതെ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. 1-2 ആളുകളെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് നിസാറാണ്. ഒരുപക്ഷെ നമ്മുടെ കൂടെയൊക്കെ വളരെ സജീവമായിട്ട് നാട്ടിലും പുറത്തുമൊക്കെ ഒരു കരുത്തായിട്ട് കൂടെ ഉണ്ടാകാറുള്ള നിസാറ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു എല്ലാ നിലക്കുമുള്ള ഹൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. സുഹൃത്തിനെയും നമ്മളെയൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം സുഖമില്ലാതെ കിടക്കുന്ന കുറച്ച് ആളുകളുടെ, ഒന്ന് ആളെ സുഹൈൽ സാബിർക്ക, ഹൃദയ സംബന്ധമായ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റെസ്റ്റിലാണ്. അതേപോലെ തന്നെ ഇന്നിവിടെ വന്നിട്ടുള്ള നമ്മളുടെ പ്രസിഡന്റ് കരീം എഞ്ചിനീയർ, അവർക്കൊക്കെ ആരോഗ്യകരമായ പ്രയാസങ്ങളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസത്തെയും ദൂരീകരിച്ചു കൊടുക്കുകയും ആഫിയത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നാഥ,
ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. റമദാനിൻ്റെ ഇനിയും ഉള്ള ദിവസങ്ങൾക്ക് സാക്ഷികളാകുവാനും റമദാനിലൂടെ എന്താണോ നേടേണ്ടത് അത് നേടുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.